ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന്റെ VIP സന്ദർശനത്തെ തുടർന്ന് ആയിരക്കണക്കിന് മനുഷ്യർ ക്യൂവിൽ മണിക്കൂറുകൾ നിന്ന് നരകിച്ചത് എല്ലാവരും കണ്ടതാണ്. ആ നരകിച്ച അവസ്ഥയിൽ ഈ ഭക്തർ എന്ന് നമ്മൾ പറയുമ്പോഴും ഈ നാട്ടിലെ പൊതുജനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാൻ മാത്രം ക്യൂ നിന്നാ പോരല്ലോ, എല്ലായിടങ്ങളിലും VIP സംസ്കാരം അവസാനിക്കണ്ടേ? കാര്യം ഈ പാവപ്പെട്ട മനുഷ്യർ പ്രിവിലേജ് ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോ മേനോൻ മുഖ്യമന്ത്രി ആയതിനു ശേഷവും പിന്നെ മേനോൻ കൂടി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ VIP സംസ്കാരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ച് നടപ്പാക്കുന്നത് എവിടെയാണ്? ക്ഷേത്രങ്ങൾക്കകത്താണ്. ആ ക്ഷേത്രങ്ങൾക്കകത്ത് പുലർച്ചെ പലയിടങ്ങളിൽ നിന്നും എത്തിയവരാണ്. അവർ ഉറക്കളച്ച് നേരം പുലരുന്നതിന് മുന്നോടിയായിട്ട് ദർശനത്തിനെത്തുന്നു. 8 മണിക്കൂർ വരെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് VIP ദർശനത്തിന് പോകുമ്പോൾ ഇത്രയും മനുഷ്യരെ ആസാക്കിയതിനു ശേഷം ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഇന്നലകളിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന നിങ്ങൾ ആ ഒരു പ്രതികരണം കേട്ടതിന് ശേഷം ഇങ്ങനെയാണോ അവിടെ പ്രവർത്തിച്ചത്, എന്തായിരുന്നു അവിടുത്തെ കോലാഹലമെന്ന് ആലോചിക്കുന്നിടത്ത് പച്ചക്കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാൻ വന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല, ഒരാൾക്ക്.